ഇന്നെനിക്ക് ഓഫ് ഡേ ആയിരുന്നു. അപ്പം ഇന്ന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം. കാരണം നാളെ 2 ഡേയാണ്. നാളെ തൊട്ട് 2 ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ മീൽ പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ റൂമിൽ ചെയ്യാറില്ല. ഓഫുള്ള ദിവസങ്ങളിൽ മാത്രം ഞാൻ ഫുഡ് വയ്ക്കും. മറ്റേ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളിലേക്കാണ് കൂടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചൂടാക്കിയിട്ടൊക്കെ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറ് അടപ്പത്തിടുന്നുണ്ട്. 2 ഗ്ലാസ് അരി അടപ്പത്തിട്ടു. അതാണെങ്കിൽ എനിക്ക് 2 ദിവസത്തേക്ക് ഓക്കെയാണ്. ഇന്നും നാളെ കഴിഞ്ഞു 3 ദിവസത്തേക്ക് ഓക്കെയാണ്. എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയായിരുന്നു. ഇന്ന് മുരിങ്ങയിലക്കറി ഉണ്ടാക്കുന്നത്. മുരിങ്ങയും തക്കാളിയും പരിപ്പും കൂടെ കൂടി ചാറ് വയ്ക്കും. അതാണ് ഇന്നത്തെ കറി. പരിപ്പ് ഓൾറെഡി ഞാൻ കുക്കറിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റേതായ രീതിയിലാണ് കറി വയ്ക്കുന്നത്. കാരണം എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. എൻ്റേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഇട്ട് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഉണ്ടാക്കുക. എനിക്ക് ഡ്യൂട്ടി 12 hour ഷിഫ്റ്റാണ്. അപ്പോൾ രാവിലെ 7 തൊട്ട് വൈകിട്ട് 7 വരെ. അല്ല, നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ 7 to 7 അങ്ങനെ തന്നെ. അപ്പം 7 to 7 ഡ്യൂട്ടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനുള്ള ഇതൊന്നും മനസ്സുള്ളവർക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് ആ ഒരു മനസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് 3 ദിവസത്തേക്കുള്ളതൊക്കെ ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് പതിവ്. പക്ഷേ ആക്ച്വലി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഫ്രിഡ്ജിനകത്ത് വെച്ച ഫുഡ് ചൂടാക്കി കഴിക്കരുത് എന്നൊക്കെ അറിയാം. ആരോഗ്യകാര്യങ്ങളുടെ സൈഡെല്ലാം അറിയാം. പക്ഷെ എന്നിരുന്നാലും സിറ്റുവേഷൻസ് അനുസരിച്ച് നോക്കുമ്പം ഇതാണ് മോർ കംഫർട്ടബിൾ. അത് പക്ഷേ ഈ എല്ലാ ദിവസവും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഡെയിലി ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നവർ, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി വന്നതിന് ശേഷം ഫുഡ് വെക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇച്ചിരി ലേസി ആയതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്ത് വെക്കും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചുമ്മാ എണ്ണയ്ക്കകത്തിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു സൈഡ് കറി ആയല്ലോ. ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് മീൽ കാർഡുണ്ട്. ഉണ്ടെങ്കിൽ ഫുഡ് അവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം എന്താ വേണ്ടതെന്നുള്ളത്. ഫിഷ് വേണമെങ്കിൽ ഫിഷ്, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ. പക്ഷെ നമ്മുടെ കേരള സ്റ്റൈലല്ല. അവിടെ ഇന്ത്യൻസും ഫിലിപ്പിനോസും മറ്റ് അതർ നാഷണാലിറ്റീസ് എല്ലാം കൂടെ ഉള്ളതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടെ കൂടി ഒക്കുന്ന രീതിയിലുള്ള ഒത്തിരി മസാലകളൊന്നും ചേർക്കാത്ത രീതിയിലാണ് നമ്മുടെ അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഞാനവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കഴിക്കാറുണ്ട്. മോസ്റ്റ്ലി ഞാൻ എഗ്ഗൊക്കെ എടുക്കുന്നത്. പിന്നെ ചിലപ്പം പരിപ്പ് അങ്ങനെയുള്ള ഡിഷസൊക്കെ രാവിലെ തരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് എഗ്ഗ് തന്നെയാണ്. പിന്നെ ഉച്ചയ്ക്കത്തെ മീൽ എനിക്ക് അത്ര കംഫർട്ടല്ല. അവിടുത്തെ ബസ്മതി അരിയും കൊണ്ടാണ് അവിടുത്തെ റൈസൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ പോലത്തെ റൈസ് അല്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ നാഷണാലിറ്റീസ് ഉള്ളതുകൊണ്ട് അവരുടെ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണ് മീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഫുഡ് വാങ്ങാറില്ല. ലഞ്ച് അന്നും പറഞ്ഞ് സ്നാക്സൊക്കെ വാങ്ങാറുണ്ട്. ഈ ലഞ്ചിൻ്റെ കൂടെ എന്തായാലും നമുക്ക് സ്വീറ്റ്സ് കിട്ടുമല്ലോ. കേക്ക് കിട്ടും, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങും. അല്ലാണ്ട് പിന്നെ ഞാൻ അടുത്ത ഉണ്ടാക്കിയത് ക്യാബേജ് തോരനായിരുന്നു. ക്യാബേജ് എടുത്തതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ക്യാബേജ് തോരനും കൂടി ഉണ്ടാക്കാവുന്ന. ഞാൻ ഫുഡ് വയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പകുതി ദിവസം അങ്ങ് തീർന്ന് കിട്ടും. ഭയങ്കര സ്ലോ ഒക്കെ ആയിട്ടാണ്. ഈ ക്യാബേജ് തന്നെ അരിയണമെങ്കിൽ ഭയങ്കര പാടല്ലേ. ചെറുതായിട്ട് കുത്തിയിരുന്ന് അരിഞ്ഞ് ഞാൻ മീൽ പ്രിപ്പറേഷൻ ഇറങ്ങുന്ന ദിവസം എൻ്റെ പകുതി ഡേ പോകുന്നത് എനിക്ക് പെട്ടെന്നായിരിക്കും. കണ്ണ് മിന്നി ചുമക്കുന്ന പോലെ ആയിരിക്കും. അതായത് ഫുഡ് വെച്ച് ഒരു ചോറും 2 കറിയും വെക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഉച്ചയാവും. പിന്നെ എനിക്ക് കഴിച്ചാൽ മതി.
അങ്ങനെ ഞാൻ എൻ്റെ കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാനതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കും. കാരണം ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാലൻസ് ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷമേ ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടെയ്നറിനകത്തോട്ട് മാറ്റിയേ ഉള്ളൂ. കാരണം എനിക്ക് പാത്രം കഴുകി വെക്കണമായിരുന്നു, അതുകൊണ്ട്. അങ്ങനെ മീൽ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞോടുകൂടി എനിക്ക് നല്ല വിശപ്പ് കയറിയായിരുന്നു. പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് ഞാൻ അവിടെ ഇരുന്ന് ചോറുണ്ടു. എൻ്റെ ടി വിയിൽ എപ്പോഴും കാണുന്നതാണ് അളിയൻസ് എന്ന് പറയുന്നൊരു സീരിയൽ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പ്രവാസികൾക്കും ഇഷ്ടപ്പെട്ട ഒരു സീരിയലായിരിക്കും അളിയൻസ്.